അപ്പോൾ ഗൈസ്, വീഡിയോ എന്താണ് തമ്മിലും ടൈറ്റിലും കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. സോ ആക്ച്വലി BGMI ഗെയിം ലൂപ്പിൽ എങ്ങനെ കളിക്കും അതാണ് നമ്മളുടെ ഈ വീഡിയോ. അപ്പോൾ ഇതിലെനിക്കിപ്പോൾ ഓൾറെഡി എനിക്ക് 120 FPS അടുത്ത് കിട്ടുന്നുണ്ട്. 100-നും 120-നും ഇടയ്ക്ക് എനിക്ക് കിട്ടുന്നുണ്ട്. കീ മാപ്പിംഗ് ഇഷ്യൂസ് ഇല്ല, ഒന്നുമില്ല. ആൻഡ് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ പറയാം. ആദ്യം നമുക്ക് സ്റ്റെയിലിറ്റ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, അത് ഇൻസ്റ്റാൾ ചെയ്യണം. അത് നമ്മൾ ബൈപ്പാസ് ചെയ്തിട്ടാണ് നമ്മൾ കളിക്കുന്നത്. ഒരിക്കലും ഗെയിം ലൂപ്പ് ഡയറക്റ്റ്ലി ഓപ്പൺ ചെയ്യുകയോ ഗെയിം ലൂപ്പ് ഡയറക്റ്റ്ലി ക്ലോസ് ചെയ്യുകയോ ചെയ്യാൻ പാടില്ല. നമ്മൾ ഓപ്പൺ ചെയ്യുന്നതും ക്ലോസ് ചെയ്യുന്നതും ആ സ്റ്റെയിലിറ്റ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ത്രൂ ആയിരിക്കണം. അപ്പോൾ സ്റ്റെയിലിറ്റ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത് വെച്ചാൽ അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഓൾറെഡി എൻ്റെ ഒരു ഗൂഗിൾ ഡ്രൈവ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് സ്നെയിലിറ്റ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതാണ് അതിൻ്റെ ഓപ്ഷൻസ്: ലോഞ്ചർ, സെറ്റിംഗ്സ്, ടൂൾ ബോക്സ്. ഓക്കെ, ദെൻ ഗെയിം ലൂപ്പിൻ്റെ വെബ്സൈറ്റിലേക്ക് പോവുക. ഗെയിം ലൂപ്പിൻ്റെ വെബ്സൈറ്റിൽ പോയതിന് ശേഷം ഇവിടെ ഗെയിം ലൂപ്പ് ക്ലിക്ക് ചെയ്യുക. ദെൻ ഇവിടെ ഡൗൺലോഡ് ഗെയിം ലൂപ്പ് ഉണ്ട്, അതിൽ ഒരിക്കലും ക്ലിക്ക് ചെയ്തുകൂടാ. അതിന് തൊട്ട് താഴെ ഗെയിം ലൂപ്പ് 32 ബിറ്റ് ഉണ്ട്, ഇതിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. 32 ബിറ്റിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഇത് വർക്ക് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഗെയിം ലൂപ്പ് ഇൻസ്റ്റാൾ ആവുക. ഗെയിം ലൂപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ നേരത്ത് ചിലപ്പോൾ ചിലർക്ക് VPN ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. സോ ഞാൻ യൂസ് ചെയ്യുന്നത് 1.1.1 ക്ലൗഡ് ഫെയറിൻ്റെ ഒരു VPN ആണ് യൂസ് ചെയ്യുന്നത്. അത് കണക്ട് ചെയ്തിട്ട് ഗെയിം ലൂപ്പ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഞാൻ ഓൾറെഡി ഗെയിം ലൂപ്പ് ഇൻസ്റ്റാൾഡ് ആണ്. സോ ഞാൻ ആ ഒരു പ്രോസസ്സ് ഞാൻ കാണിക്കുന്നില്ല, ജസ്റ്റ് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. ദെൻ ഗെയിം ലൂപ്പ് ഓപ്പൺ ആക്കിയതിന് ശേഷം അവിടെ X എന്ന് പറഞ്ഞിട്ടാണ് ട്വിറ്റർ ഇൻസ്റ്റാൾ ചെയ്യുക. ട്വിറ്റർ ഇൻസ്റ്റാൾ ആയതിനു ശേഷം വേറെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാൻ വേണ്ട, ട്വിറ്റർ ഒന്ന് ലോഗിൻ ചെയ്യേണ്ട, ഒന്നും ചെയ്യേണ്ട. ജസ്റ്റ് ട്വിറ്റർ ഓപ്പൺ ഇൻസ്റ്റാൾ ചെയ്തിട്ടാൽ മാത്രം മതി. ഓക്കെ, ഇൻസ്റ്റാൾ ആയതിനു ശേഷം ദെൻ ഗെയിം ലൂപ്പിൻ്റെ സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സ് എടുക്കുക. എന്നിട്ട് ഞാൻ ഈ കാണിച്ചിരിക്കുന്ന സെറ്റിങ്സ് നിങ്ങൾ എക്സാക്ട്ലി സെയിം സെറ്റിങ്സ് കൊടുക്കുക. ഓക്കെ, സോ ഇവിടെ 1 കീ കോൺഫിഗറേഷൻ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. ഓട്ടോമാറ്റിക്കലി ഇവിടെ നിങ്ങൾക്ക് സെറ്റ് ആയിക്കോളും. ഓക്കെ, ദെൻ അത് സേവ് കൊടുക്കുക. ഫുള്ള് ബാക്ക് അടിച്ചിട്ട് F9 അടിക്കുക. F9 ബ്രൗസറിൽ പോവുക. ബ്രൗസറിൽ പോയിട്ട് അവിടെ BGMI എന്ന് ടൈപ്പ് ചെയ്യുക. BGMI എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഇങ്ങനൊരു സാധനം വരും: ബാറ്റിൽ ഗ്രൗണ്ട് മൊബൈൽ ഇന്ത്യ ഇൻസ്റ്റാൾ. ഇത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലോഗിൻ ചോദിക്കും. നിങ്ങൾ ഏതെങ്കിലും നിങ്ങൾ മൊബൈലിൽ BGMIയുടെ നിങ്ങളുടെ ഒറിജിനൽ അക്കൗണ്ട് വെച്ചിട്ട് ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇമെയിൽ ID യൂസ് ചെയ്യാതെ വേറെ ഏതെങ്കിലും ID യൂസ് ചെയ്യുക. സോ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ എപ്പോൾ ഗെയിം കളിക്കാൻ ഓപ്പൺ ചെയ്യുമ്പോഴും ഈ സ്നെയിലിറ്റ് എടുത്തതിന് ശേഷം ഓപ്പൺ ഗെയിം ലൂപ്പ് കൊടുത്തിട്ടേ ഓപ്പൺ ചെയ്യാവൂ. ദെൻ ക്ലോസ് ചെയ്യുമ്പോൾ ടൂൾ ബോക്സിലെ കിൽ ഓൾ ഗെയിം ലൂപ്പ് ഇത് ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്ത് മാത്രമേ ഗെയിം ലൂപ്പ് ക്ലോസ് ആക്കാൻ പാടുള്ളൂ. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് കിൽ ഓൾ ഗെയിം ലൂപ്പ് ക്ലിക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഓപ്പൺ ഗെയിം ലൂപ്പ് കൊടുക്കുക. ഓക്കെ, ഗെയിം ലൂപ്പ് ഓപ്പൺ ആയിട്ടുണ്ട്. സോ ഓൾറെഡി എനിക്ക് BGMI ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ദെൻ ലോഞ്ച് ഗെയിമിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ആൻഡ് ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ സെറ്റ് 1080p നോർമൽ ഉണ്ട് കീ മാപ്പിംഗ്, ഇത് ക്ലിക്ക് ചെയ്യണം. ഇത് ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് ഒരു ടൈം എടുക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരു പോപ്പപ്പ് ഉണ്ടാവും. പോപ്പപ്പ് ഓക്കെ അടിച്ചു വിടുക. ഇത് ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. ജസ്റ്റ് സെറ്റ് 1080p നോർമൽ കീ മാപ്പിംഗ് ഇത് ക്ലിക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, സെറ്റിങ്സിൽ നിങ്ങൾക്ക് ഇവിടെ അൾട്രാ HD 2K ഇത് വേണമെങ്കിൽ കൊടുക്കാം. ആൻഡ് ഇവിടെ HD ആൻഡ് ഡിഫോൾട്ട് ഇത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ടൂൾ ബോക്സിൽ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, ഇത്രയും കൊടുക്കാം. എന്നിട്ട് ഗെയിം ലോഞ്ച് ചെയ്യാം. സോ നിങ്ങൾക്ക് BGMI ഇൻസ്റ്റാൾ ആവാൻ കുറച്ച് സമയം എടുക്കും. സോ ഈ ഒരു നോട്ടിഫിക്കേഷൻ വരും. നമ്മൾ ഇതിൽ എന്ത് കൊടുത്താലും ഇങ്ങനൊരു ഒരു പോപ്പപ്പ് ബോക്സ് വരും. ഇത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഓക്കെ, ഒരിക്കലും ക്ലോസ് ചെയ്യാൻ പാടില്ല. ഇത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഓക്കെ അടിക്കുക. പ്രത്യേകിച്ച് അകത്തൊന്നും ചേഞ്ച് ചെയ്യാൻ നിൽക്കേണ്ട. കീ മാപ്പിംഗ് ഇവിടെ മൗസ് സെറ്റിങ്സ് ഉണ്ടാവും. ഇത് 51% കൊടുക്കുക, ഹൊറിസോണ്ടലും വെർട്ടിക്കലും 51%. ഓക്കെ, വേറെ ഒന്നുമില്ല. എന്നിട്ട് സേവ് കൊടുക്കുക. ദെൻ F11. സോ എനിക്കിത് ഓൾറെഡി ഡയറക്റ്റ് ഗെയിമിലേക്ക് പോകും. നിങ്ങൾക്ക് ലോഗിൻ ആയിരിക്കും ചോദിക്കണേ. ലോഗിനിൽ നിങ്ങൾ ഇമെയിൽ ID കൊടുക്കുക. ഓക്കെ, അത്രേ ഉള്ളൂ ആക്ച്വലി. വേറെ പ്രത്യേകിച്ച് എക്സ്ട്രാ പണിയൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് നോർമലി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെ. സെറ്റിങ്സിൽ കയറിയിട്ട് ഗെയിമിൻ്റെ സെറ്റിങ്സ് കയറുക. സെറ്റിങ്സ് കയറിയിട്ട് അവിടെ ജസ്റ്റ് പീക്ക് ഇനേബിൾ കൊടുക്കുക. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്യുക. ഇവിടെ ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ സെൻസിറ്റിവിറ്റി വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കാണിച്ചു തരാം.
സെറ്റ് ചെയ്ത സെൻസിറ്റിവിറ്റി കാണിച്ചു തരാം. ഇതാണ് ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്ന സെൻസിറ്റിവിറ്റി. മൊബൈലിലെ സെൻസിറ്റിവിറ്റി ആയിരിക്കുമല്ലോ പി സിയിൽ. ഞാൻ കൊടുത്തിരിക്കുന്ന സെൻസിറ്റിവിറ്റി ഇതാണ്. ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ദെൻ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാം. ഓക്കെ. ആൻഡ് കൺട്രോൾസിൽ കയറിയിട്ട് ഇവിടെ സ്കോപ്പ് സംഭവങ്ങൾ ഇതൊക്കെ സെറ്റ് ചെയ്യാം. പീക്ക് ഇനേബിൾ ചെയ്യുക. ഓക്കെ, ഇവ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഗ്രാഫിക്സിൽ ഞാനിപ്പോൾ കൊടുത്തിരുന്നത് ഇതാണ്, അൾട്രാ HD ആണ്. കോമ്പാക്ട് ആക്ച്വലി അൾട്രാ HD ആവശ്യമില്ല. സോ ഗൈസ്, ദെൻ ഗ്രാഫിക് സെറ്റിംഗ്സ് ബാലൻസ്ഡ് എക്സ്ട്രീം കൊടുക്കുക, കളർഫുൾ കൊടുക്കുക. ഓക്കെ, ദെൻ അത് അപ്ലൈ കൊടുക്കുക. ലോബി അത്യാവശ്യം ഹൈ കിടന്നിട്ട് കുഴപ്പമൊന്നുമില്ല. ബട്ട് നമ്മളിവിടെ ഈ സെയിം എന്താണോ കൊടുത്തിരിക്കണേ അത് തന്നെ ആയിരിക്കണം നമ്മൾ ഈ ഒരു സ്നെയിലിറ്റിൽ കൊടുക്കേണ്ടത് സെറ്റിങ്സിൽ. ഓക്കെ, ഇതിപ്പോൾ HD ഇതിപ്പം എവിടെയോ സ്മൂത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ലോഞ്ചറിലാണ്, ടൂൾ ബോക്സ്. യെസ്, സ്മൂത്ത് അല്ല, ബാലൻസ്ഡ്. നമ്മൾ ഗെയിമിൻ്റെ സെറ്റിങ്സ് എന്താണോ കൊടുത്തേക്കണേ, അല്ലെങ്കിൽ സ്നെയിലിറ്റിൽ എന്താണോ സെറ്റിങ്സ് കൊടുത്തേക്കണേ അത് സെയിം അവിടെ കൊടുക്കാവൂ. ബാലൻസ്ഡ് ആണെങ്കിൽ ഇവിടെ ബാലൻസ്ഡ്. ഓക്കെ, അത് ചേഞ്ച് ചെയ്യണം. സ്മൂത്ത് ആക്കണമെങ്കിൽ സ്മൂത്ത്, അങ്ങനെ ചേഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സെറ്റായിട്ട് ലൈവിൽ വന്നിട്ട് അഭിപ്രായം പറയൂ ആൻഡ് വീഡിയോക്ക് കമൻറ്റ് ചെയ്യൂ. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രയോജനപ്പെടട്ടെ എന്ന് വിശ്വസിക്കുന്നു. ആൻഡ് മെയിൻ തിങ്, സ്നെയിലിറ്റ് വഴിയേ ഗെയിം ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും പാടുള്ളൂ. അത് പ്രത്യേകം ഓർത്ത് വെക്കുക. അറിയാണ്ട് പോലും അല്ലാതെ ഡയറക്റ്റ്ലി ഓപ്പൺ ചെയ്യരുത്, നിങ്ങൾക്ക് ബാങ്ക് കിട്ടും. സ്നെയിലിറ്റ് ത്രൂ മാത്രമേ ഗെയിം ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും പാടുള്ളൂ. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ഗൈസ്. ഇനി ലൈവിൽ വന്നിട്ട് നിങ്ങൾ വർക്കായില്ലേ, സ്മൂത്ത് ആണോ, FPS കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ഗൈസ്. ബൈ.